യേശുവിന് ഭാര്യയുണ്ട്. പറഞ്ഞു ഒരിക്കലും ഞാനല്ല, നിഗൂഢതകൾ ഏറെ ഒളിപ്പിച്ചു വെച്ച ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിങ്ങിനാണ്. ഡാൻ ബ്രൗൺ എഴുതിയ ഡാവിഞ്ചി കോഡ് എന്ന ബുക്കിൽ ഈ പെയിന്റിങ്ങിനെ ഡീകോഡ് ചെയ്തു. അതായത് ഈ പെയിന്റിങ്ങിനകത്ത് എന്തൊക്കെ രഹസ്യങ്ങളാണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് യേശുവിന് ഭാര്യ ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണ് ഒരു പെയിന്റിങ്ങിനകത്ത് ഇത്രയും അധികം രഹസ്യങ്ങൾ വരുന്നത്? എന്തൊക്കെ രഹസ്യങ്ങളാണ് ആ ഒരു പെയിന്റിങ്ങിനകത്ത് ഡാവിഞ്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ശരിക്കും ഡാൻ ബ്രൗൺ പറഞ്ഞത് സത്യമാണോ? അതായത് യേശുവിന് ഭാര്യ ഉണ്ട് എന്ന് പറഞ്ഞത് സത്യമാണോ? എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബട്ട് അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യേശുവിന്റെ മരണത്തിന് 1452 വർഷങ്ങൾക്ക് ശേഷമാണ് ഡാവിഞ്ചി എന്ന വ്യക്തി ജനിക്കുന്നത്. കൂടുതൽ വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും ചെയ്യുന്ന ഓരോ കാര്യത്തിലും വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അദ്ദേഹം ഓരോ പ്രവൃത്തികളും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് എല്ലാം ഇന്നും ലോകത്ത് അത്രയും ഫേമസ് ആയിട്ടും അത്രയും വാല്യുബിൾ ആയിട്ടും ഇരിക്കുന്നത്. ഡാവിഞ്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കയറി വരുന്നത് 2 പെയിന്റിങ്ങുകളാണ്. ഒന്ന് മൊണാലിസ എന്ന പെയിന്റിംഗ്, രണ്ടാമത്തത് യേശു തന്റെ 12 അനുയായികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച അവസാനത്തെ അത്താഴം, അതായത് ലാസ്റ്റ് സപ്പറിന്റെ ചിത്രമാണ്. ഇപ്പോ ചിത്രങ്ങളിൽ പലതരത്തിലുള്ള രഹസ്യങ്ങൾ ഈ അടുത്ത കാലത്തായിരുന്നു പലരും ഒളിപ്പിച്ചു വെക്കാനൊക്കെ ആരംഭിച്ചത്. സ്റ്റെഗ്നോഗ്രാഫി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സംവിധാനത്തെ ഉപയോഗിച്ച് വളരെയധികം സീക്രട്ട് ആയിട്ടുള്ള പല രഹസ്യങ്ങളും പല കാര്യങ്ങളും പരസ്പരം ആളുകൾ കൈമാറി വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് 500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള പല രഹസ്യങ്ങളും ഡാവിഞ്ചി എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളിലും ഒളിപ്പിച്ചു വെക്കാൻ ആരംഭിച്ചിരുന്നു. അത് മൊണാലിസ ആണെങ്കിലും ലാസ്റ്റ് സപ്പർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റ് ഏത് പെയിന്റിംഗ് ആണെങ്കിൽ പോലും അതിനെല്ലാം ഇത്തരത്തിലുള്ള പല ഡീറ്റെയിലുകളും പല രഹസ്യങ്ങളും പല കോഡുകളും അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം തന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ക്രിസ്തു മരിച്ച് 1500ഓളം വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു പെയിന്റിംഗ് വരയ്ക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് യേശുവിന്റെ മുഖം കൃത്യമായിട്ട് തന്നെ ഡാവിഞ്ചിക്ക് വരയ്ക്കാൻ സാധിച്ചു എന്നൊരു ചോദ്യമായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഡാവിഞ്ചി ചെയ്ത ഒരു കാര്യം, യേശുവിനെ കുരിശിലേറ്റിയ സമയത്ത് മുഖത്തിൽ നിന്നും പൊടിഞ്ഞ് രക്തം ഒപ്പിയെടുത്ത ഒരു തുണി പല കാലങ്ങളിലായി പലരും സൂക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ആ ഒരു തുണിയിൽ നിന്ന് യേശുവിന്റെ മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ഡാവിഞ്ചി നോക്കി മനസ്സിലാക്കി. പിന്നീട് അത്തരത്തിലൊരു ഫേസ് ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടി, അതേ ഒരു ഫേസ് ഷേപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഡാവിഞ്ചി അന്വേഷണങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ ബാറിൽ പാട്ട് പാടുന്ന ഒരു വ്യക്തിയെ അതേ ഒരു മുഖ ഷേപ്പോട് കൂടി തന്നെ ഡാവിഞ്ചി കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ മോഡലാക്കി നിർത്തിയാണ് ഈ ഒരു ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിംഗിൽ യേശുവിന്റെ മുഖം കൃത്യമായിട്ട് അദ്ദേഹം വരച്ചത്. 1495-98 ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ആ പെയിന്റിംഗ് വരച്ചത് എന്നാ പറയപ്പെടുന്നത്. അതൊരു കൊച്ചു പെയിന്റിങ്ങും അല്ലായിരുന്നു. ഈ ലാസ്റ്റ് സപ്പർ പെയിന്റിങ്ങിന്റെ നീളം 4.6 മീറ്ററും വീതി 8.8 മീറ്ററോളം ഉണ്ട്. അത് മാത്രമല്ല, ഇറ്റലിയിൽ മെലാൻ എന്ന സ്ഥലത്ത് ഒരു വീടിന്റെ ഡൈനിങ് റൂമിലായിരുന്നു ഈ ഒരു പെയിന്റിംഗ് ഡാവിഞ്ചി അന്ന് വരച്ചു വെച്ചത്. പിന്നീട് ആ വീട് ഒരു പള്ളിയായിട്ട് മാറി. ഇന്നും നമ്മൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെയിന്റിംഗ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പലതവണയായിട്ട് പലരും പല മിനുക്ക് പണികൾ അതിൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നും അതിന്റെ ഭംഗി ചോരാതെ തന്നെ ലോക പ്രശസ്തമായ ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിംഗ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പെയിന്റിംഗിലെ ആദ്യത്തെ രഹസ്യം നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹം അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു രഹസ്യം ഹോളി ട്രിനിറ്റിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ്. ആ ഒരു 3 എന്ന കാര്യത്തെ ഈ ചിത്രത്തിൽ വളരെയധികം അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ശിഷ്യന്മാരൊക്കെ ഇരിക്കുന്നത് 3 ആളുകളായിട്ടാണ്, 3 ആളുകളുടെ ഗ്രൂപ്പായിട്ടാണ്. അത് മാത്രമല്ല, യേശുവിന്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ 3 വശമുള്ള ഒരു ട്രയാങ്കിളിന്റെ രൂപത്തിലാണ് യേശുവിന്റെ ആ ഒരു പൊസിഷനെ അദ്ദേഹം വരച്ചിട്ടുള്ളത്. ആ പെയിന്റിംഗില്
രണ്ടാമത്തെ രഹസ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിലുള്ള ഓരോ വ്യക്തികളുടെയും കൈകളിലും പിന്നെ ടേബിളിലുള്ള ഭക്ഷണത്തെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മ്യൂസിക് നോട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു പിയാനോയിൽ വായിച്ച് നോക്കുവാണെങ്കിൽ ഒരു 40 സെക്കൻഡ്സ് ലെങ്ത് ഉള്ള ഒരു മ്യൂസിക് ആണ് നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കുന്നത്. ബട്ട് എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു കാര്യം ഇദ്ദേഹം ഒളിപ്പിച്ചു വെച്ചത്, എന്താണ് ഈ മ്യൂസിക്കിന്റെ രഹസ്യം എന്നതിനെ കുറിച്ചൊക്കെ ഇന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഈ പെയിന്റിംഗിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയ തേർഡ് സീക്രട്ട് എന്താന്ന് വെച്ചാൽ യേശുവിന് അടുത്തായിട്ട് യേശുവിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നത് ആരാണ് എന്നൊരു കാര്യമായിരുന്നു. പലരും പറഞ്ഞു അതൊരു പുരുഷനാണ് എന്ന്. ബട്ട് ചിലര് അല്ല, അതൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു. പുരുഷനാണ് എന്ന് പറഞ്ഞവർ അത് ജീസസിന്റെ ഫോളോവർ ആയിട്ടുള്ള ജോൺ ആണ് അത് എന്ന് വിശ്വസിച്ചപ്പോൾ വേറെ ചിലരൊക്കെ വിശ്വസിച്ചിരുന്നത് അത് യേശുവിന്റെ ഫോളോവർ ആയിരുന്ന ശിഷ്യയായിരുന്ന മേരി മാഗ്ഡലിൻ ആണ് എന്ന്. ബട്ട് പിന്നെയും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ വന്നു. അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, അവർ ഇരിക്കുന്ന രീതി ആയിക്കോട്ടെ, ഇതെല്ലാം ഡാവിഞ്ചി ഈ പെയിന്റിംഗ് വരച്ചത് ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന ലാസ്റ്റ് സപ്പർ എന്ന വേറൊരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു. ആ പെയിന്റിംഗിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടായിരുന്നു. ബട്ട് ആ ഒരു പെയിന്റിംഗിൽ യേശുവും ഫോളോവേഴ്സും വളരെ അടുത്തടുത്തായിട്ട് ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പറിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം അദ്ദേഹം മാറ്റി മറിച്ച് പെയിന്റ് ചെയ്തേക്കാണ്. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യേശുവിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും, അതും വി ഷേപ്പിൽ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളെ, അതായത് മേരി മാഗ്ഡലിനോ അല്ലെങ്കിൽ ജോണോ ആരായാലും ശരി, ആ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആ വ്യക്തിയെ കട്ട് ചെയ്തിട്ട് നേരെ യേശുവിന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ, അതായത് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യേശുവിനെ ലെഫ്റ്റ് സൈഡിലോട്ടും ആ വ്യക്തിനെ റൈറ്റ് സൈഡിലോട്ടും നമ്മൾ സ്വാപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇരിക്കുന്നതായിട്ട് വളരെയധികം മാച്ചിങ് ആയിട്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഡ്രസ് കോഡ് പോലും വളരെയധികം മാച്ച് ആകുന്നുണ്ട്. അത് വെച്ചിട്ടാണ് പലരും പറഞ്ഞത് മേരി മാഗ്ഡലിൻ യേശുവിന്റെ ഭാര്യയാണ് എന്നത്. പ്രത്യേകിച്ച് 2003 പുറത്തിറങ്ങിയ ഡാൻ ബ്രൗൺ എന്ന അമേരിക്കൻ ഓത്തർ എഴുതിയിട്ടുള്ള ഡാവിഞ്ചി കോഡ് എന്ന ബുക്കിൽ ഇതുപോലെ പല വിചിത്രമായ കാര്യങ്ങൾ അതിൽ വളരെ വ്യക്തമായ വിധത്തിൽ പറയുന്നുണ്ട്. ആ ബുക്കിൽ 2nd പേജിൽ ഫാക്ട് എന്ന് പറഞ്ഞ് ഈ ബുക്കിൽ പറഞ്ഞേക്കുന്നതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡാവിഞ്ചി കോഡ് ലോകം മുഴുവൻ ഇത്രയും ഫേമസ് ആയതും ആളുകളൊക്കെ വലിയൊരു എതിർപ്പുമായിട്ട് ഈ ഒരു പുസ്തകത്തിനെതിരെ രംഗത്ത് വരാൻ ആരംഭിച്ചത്. ഡാൻ ബ്രൗൺ എഴുതിയ ഡാവിഞ്ചി കോഡ് എന്ന ആ ഒരു ബുക്ക് അതൊരു നോവലാണ്, ശരിക്കും ഒരു കഥയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രശ്നമായ ആ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം ആ കഥയിൽ. എന്നിട്ട് അതിനകത്തുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പറയാം. ഇതിപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങളല്ല, ഡാവിഞ്ചി കോഡ് എന്ന ബുക്കിലുള്ള ഒരു കഥ, അതൊരു നോവലാണ്, അതൊരു കഥയാണ്. ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മേരി മാഗ്ഡലിൻ എന്ന യേശുവിന്റെ വിശ്വാസി ഒരു വിശ്വാസി മാത്രമല്ല, മറിച്ച് യേശുവിന്റെ ഭാര്യയെ കൂടിയാണ്. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, യേശുവിനെ കുരിശിലേറ്റുന്ന ആ സമയത്ത് മേരി മാഗ്ഡലിൻ പ്രഗ്നന്റ് ആയിരുന്നു, ഗർഭിണിയായിരുന്നു, യേശുവിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു എന്നൊരു കാര്യമായിരുന്നു. ബട്ട് പിന്നീട് പലരും തന്നെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ മേരി മാഗ്ഡലിൻ പിന്നീട് ഫ്രാൻസിലേക്ക് പോയി. ഫ്രാൻസിലെ രാജകുടുംബത്തിൽ അഭയം തേടുകയും ചെയ്യുകയാണ്. അവിടെ വെച്ച് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ആ കുഞ്ഞിന് അവർ സാറ എന്ന് പേര് നൽകുകയും ചെയ്തു. കാലങ്ങൾ ഒരുപാട് മുൻപോട്ട് കടന്നുപോയി. യേശുവിന്റെ സന്താന പരമ്പര ഫ്രാൻസിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. ബട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് റോമിലുള്ള പലർക്കും ഈ കാര്യത്തെ അത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ യേശുവിന്റെ സന്താന പരമ്പരയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് റോമിൽ നിന്ന് പലരെയും അവർ ഫ്രാൻസിലേക്ക് അയക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് 1999 തങ്ങളുടെ ജീവൻ പോലും നൽകി യേശുവിന്റെ സന്താന പരമ്പരയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫ്രാൻസിലെ രാജകുടുംബാംഗങ്ങൾ ഒരു സീക്രട്ട് സൊസൈറ്റിക്ക് രൂപം നൽകുകയാണ്. പ്രയോറി ഓഫ് സിയോൺ എന്ന് അവർ അതിന് പേര് നൽകുകയും ചെയ്തു. പിന്നെയും കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. 1500 ആ ഒരു കാലഘട്ടമൊക്കെ എത്തുമ്പോൾ ഈ ഒരു സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു ഡാവിഞ്ചി. അദ്ദേഹത്തിന് അറിയുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം തന്റെ പെയിന്റിങ്ങിലൂടെ പുറം ലോകം അറിയുന്നതിന് വേണ്ടി രഹസ്യമായി തന്നെ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു കാര്യമായിരുന്നു ഡാൻ ബ്രൗണിന് പറയാനുണ്ടായിരുന്നത്. ഡാവിഞ്ചിയുടെ പെയിന്റിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് അദ്ദേഹം ഇത്തരം രഹസ്യങ്ങളൊക്കെ കണ്ടെത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് അദ്ദേഹം വാദിക്കുമ്പോഴും കൂടുതൽ ആരും തന്നെ ഈ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. സോ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഒരു ബേസിക് സ്റ്റോറി ലൈൻ. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഇതൊക്കെ ആ ഡാവിഞ്ചി കോഡ് എന്ന ബുക്കിൽ ഉള്ള കാര്യങ്ങളാണ്. ആ നോവല് പിന്നീട് 2006 തോന്നുന്നു, ആ സമയത്ത്
ഡാവിഞ്ചി കോഡ്, ദ ഡാവിഞ്ചി കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയായിട്ടും റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എന്റെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സൈഡ് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ തിയറീസ് ഒക്കെ പറയുന്നു. ബട്ട് ആരുടെയും കയ്യില് കറക്റ്റ് ആയിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല എന്നതാണ് സത്യം. യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഡാവിഞ്ചി ഈ പെയിന്റിങ്ങിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് ഡാവിഞ്ചി തന്നെ വന്ന് പറയേണ്ടി വരും. കാരണം ഡാവിഞ്ചി ഇപ്പോൾ ഈ പെയിന്റിങ് ഇങ്ങനെ വരച്ചു എന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പുള്ളി ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അദ്ദേഹം ഒന്നും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും ഡയറക്റ്റ് ആയിട്ട് എവിടെയും എഴുതി വെച്ചിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ നമ്മൾ അത് ഉറപ്പിക്കുന്നത്? നമുക്ക് കുറെ തിയറീസ് ഒക്കെ കാണും, പ്രൂവ് ചെയ്യാൻ പറ്റിയാലേ അത് സത്യമാവത്തുള്ളൂ. എന്തിന് ഈ ഡാൻ ബ്രൗൺ ആയാലും ശരി, ഇപ്പൊ ഈ ഡാവിഞ്ചി കോഡ് എന്ന ബുക്ക് എഴുതി ഈ കഥ എഴുതിയ ഡാൻ ബ്രൗൺ ആയാലും ശരി, അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അദ്ദേഹത്തിന്റെ ഒരു തിയറി മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ബട്ട് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് നമുക്ക് എവിടെയും തെളിയിക്കാൻ പറ്റത്തില്ല. എന്തിന്? അദ്ദേഹത്തിന് തന്നെ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സോ രണ്ടും ആ പെയിന്റിംഗിൽ ആ സൈഡിൽ, അതായത് യേശുക്രിസ്തുവിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജോൺ ആണ് എന്ന കാര്യവും നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മഗ്ദല മറിയം ആണ് എന്ന കാര്യവും നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സോ രണ്ട് സൈഡും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെയിന്റിങ് ഒരു നിഗൂഢതയാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നത് കമന്റ് സെക്ഷനിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ എ ഹാപ്പി ഈസ്റ്റർ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.